PV അൻവറിനെ UDF പരിഗണിക്കുന്ന കോഴിക്കോട് ബേപ്പൂരിൽ ആദം മുൻസിയുടെയും KP നൌഷാദ് അലിയുടെയും പേരുകളും കോൺഗ്രസ് ചർച്ചകളിൽ. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വിജയസാധ്യതയുള്ളവരുടെ പട്ടികയിൽ ഇരുവരുടെയും പേരുകളുണ്ട്. കൊയിലാണ്ടിയിൽ DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ, കോഴിക്കോട് നോർത്തിൽ K ജയന്ത്, നാദാപുരത്ത് KM അഭിജിത്ത് എന്നിവർ വിജയസാധ്യതാ പട്ടികയിലുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വേഗം പ്രഖ്യാപിക്കുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം 24നോട് വ്യക്തമാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് വിവിധ ജില്ലകളിലെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക പുറത്തു വന്നു തുടങ്ങിയത്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലു സംസ്ഥാനത്തുടനീളം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ വിജയസാധ്യതാ പട്ടിക നൽകിയിട്ടുണ്ട്. കനഗോലു പട്ടികയിൽ കോഴിക്കോട് ജില്ലയിൽ PV അൻവറിന്റെ പേരില്ല. അൻവർ മത്സരിക്കുമെന്ന് പറഞ്ഞ ബേപ്പൂരിൽ കോൺഗ്രസ് നേതാക്കളായ ആദം മുൻസിയുടെയും KP നൌഷാദ് അലിയുടെയും പേരാണ് നിർദ്ദേശിക്കപ്പെട്ടത്. എന്നാൽ UDFനൊപ്പം വന്ന തൃണമൂൽ നേതാവ് PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാകണമെന്നാണ് നിർദ്ദേശം. കോഴിക്കോട് നോർത്തിൽ K ജയന്ത്, നാദാപുരത്ത് KM അഭിജിത്ത്, ബാലുശ്ശേരിയിൽ VT സൂരജ് എന്നിവരുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. മാണി സി കാപ്പന്റെ പാർട്ടിയുടെ കയ്യിലുള്ള എലത്തൂർ മണ്ഡലത്തിൽ ദിനേശ് മണിയുടെയും വിദ്യാ ബാലകൃഷ്ണന്റെയും പേരുകളാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ജില്ലയിലെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ UDFനകത്ത് കോൺഗ്രസിന്റെ സീറ്റ് വർദ്ധിപ്പിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.